Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതോടെ നാം ലോകത്തിന് മുന്നിൽ മാതൃകയായിരിക്കുകയാണെന്ന് കെ ശൈലജ ടീച്ചർ MLA. LDF പടന്ന പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും മുണ്ടിയ പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അവർ. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിന് തന്നെ മാതൃകയായ നിലപാടുകളാണെന്നും കെ ശൈലജ ടീച്ചർ MLA പറഞ്ഞു. കേന്ദ്രം സംസ്ഥാനങ്ങളെ പിഴിഞ്ഞെടുത്ത് സമ്പന്നരെ സഹായിക്കുകയാണ്. കേരളത്തിന് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും പിടിച്ചുവെച്ചിട്ടും കേരളം ഒന്നാമതായി തലയുയർത്തി നിൽക്കുകയാണെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. കൂടുതൽ വളർച്ചയിലേക്ക് പോകുമായിരുന്ന ആ പ്രദേശങ്ങൾ ഇപ്പോൾ മുരടിപ്പിലാണ്. എന്നാൽ കേരളത്തിലെ ജനങ്ങൾ തുടർച്ചയായി ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റുകയുണ്ടായി. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം നിരവധി തവണ ഇടതുപക്ഷം വന്നു. 2016 ശേഷം തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ ജനങ്ങൾ ഭരണമേൽപ്പിച്ചു. അതിൻ്റെ ഗുണം ഈ നാട് അനുഭവിക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ തന്നെ ഒരു മാതൃകയായി കേരളത്തിൻ്റെ പ്രവർത്തന രീതി ആഘോഷിക്കപ്പെടുകയാണ്. പലരും നമ്മളിൽ നിന്ന് പലതും പഠിക്കാൻ ഇങ്ങോട്ട് പോരുകയാണ്. ചടങ്ങിൽ MKC അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. LDF പ്രകടന പത്രിക MLA ചലച്ചിത്ര നടൻ PP കുഞ്ഞികൃഷ്ണന് കൈമാറി പ്രകാശനം ചെയ്തു. ബംഗളം കുഞ്ഞികൃഷ്ണൻ, രജീഷ് വെള്ളാട്ട്, മാധവൻ മണിയറ, K ബാലകൃഷ്ണൻ, PP നാരായണൻ, TP കുഞ്ഞബ്ദുള്ള, PK പവിത്രൻ, M സുമേഷ്, V ശിവദാസ്, KV ബിന്ദു, K ദാമു, TP ഹാഷിം, KV ഗോപാലൻ, PP കുഞ്ഞികൃഷ്ണൻ, C കുഞ്ഞികൃഷ്ണൻ, LDF സ്ഥാനാർത്ഥികളായ സറീന സലാം, PC സുബൈദ, MP ബിജീഷ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി മൂസാഹാജി മുക്ക് വഴി മുണ്ടിയ പരിസരത്ത് സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരള പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ ബിഗ് ക്യാൻവാസ് വഴിയോര ചിത്രരചന സംഘടിപ്പിച്ചു. ഉദ്ഘാടനം SSK കണ്ണൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരള പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി ബിഗ് ക്യാൻവാസ് വഴിയോര ചിത്രരചന സംഘടിപ്പിച്ചു. പ്രമുഖ കലാകാരന്മാരായ KKR വെങ്ങര, തങ്കരാജ് കുഴുമൽ, കലേഷ് കലാലിയ, അരുൺകുമാർ, മെഹറൂസ് പിലാത്തറ, ബാബു കോടഞ്ചേരി എന്നിവരുടെ നേതൃത്വത്തിൽ പെരുമ്പ ടാക്സി സ്റ്റാൻഡിന് സമീപം നടന്ന ചിത്രരചനയുടെ ഉദ്ഘാടനം SSK കണ്ണൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി നിർവഹിച്ചു. പയ്യന്നൂർ BPC വിനോദ് കുമാർ MV അധ്യക്ഷത വഹിച്ചു. BRC ട്രെയിനർ സൈനുദ്ദീൻ, കുമാരി അമേയ, KKR വെങ്ങര, സിന്ധു K, ബിന്ദു M എന്നിവർ സംസാരിച്ചു. അനുബന്ധമായി പയ്യന്നൂർ ബോയ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എഴുത്തിന്റെ ലോകത്ത് 5 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാടിന്റെ കഥാപാത്രങ്ങൾക്ക് അരങ്ങിൽ ജീവൻ വെച്ചപ്പോൾ കഥാകാരന്റെ മനസ്സിൽ വേലിയേറ്റം. തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഭിന്നശേഷി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങിലാണ് അംബികാസുധൻ മാങ്ങാടിന്റെ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തിയത്. ഉദ്ഘാടന ചടങ്ങിന് മുൻപ് സദസ്സിലിരുന്ന മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് തന്റെ കഥകളിലെ കഥാപാത്രങ്ങൾ വേദിയിൽ മിന്നിമറയുന്നത് നേരിട്ട് കണ്ട് ആസ്വദിച്ചു. 2 മത്സ്യങ്ങൾ, ഒരു പ്രാണവായു, ഉടുപ്പ്, ഒരു പുസ്തക വീട് എന്നീ കഥകളിലെ കഥാപാത്രങ്ങളാണ് കഥാകാരന് മുന്നിൽ അരങ്ങിൽ ജീവിച്ചത്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കഥാപാത്രങ്ങളായത്. ഒപ്പം ചന്തേര ഓട്ടിസം സെന്ററിലെ കുട്ടികളുടെ സ്വാഗത നൃത്തവും സദസ്സിന്റെ കയ്യടി വാങ്ങി. സ്വന്തം സാഹിത്യ സൃഷ്ടിയിലെ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തിയപ്പോൾ മികച്ച അവാർഡ് ഏറ്റുവാങ്ങുന്നതിനേക്കാൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതായി ഇത് മാറിയതായി അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുനത്തിരിയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കാസർഗോഡ് ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ VS ബിജുരാജ്, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ രഘുറാം ഭട്ട് എന്നിവർ മുഖ്യാതിഥികളായി.
ചെറുവത്തൂർ BPC VV സുബ്രഹ്മണ്യൻ, പരിശീലകൻ P രാജഗോപാലൻ, അശോകൻ മടയമ്പത്ത്, EK ബൈജ, K ശ്രീലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. അംബികാസുധൻ മാങ്ങാട്, ഉമേഷ് ചെറുവത്തൂർ കലാമേളകളിൽ മികവ് തെളിയിച്ച കുട്ടികൾ, ചന്തേര സ്കൂളിലെ അധ്യാപിക M റീന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ചിത്രരചന, ഹ്രസ്വ സിനിമാ മത്സര വിജയികൾക്ക് സമ്മാനദാനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെണ്ടയിൽ കൊട്ടിക്കയറാൻ മാടായി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി MP സഹജൻ പണിക്കർ. തെയ്യം കലാകാലൻ കൂടിയായ സഹജൻ പണിക്കർ ചെണ്ട ചിഹ്നത്തിലാണ് ജനവിധി തേടുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് വെങ്ങരയിലാണ്. മാടായി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് സ്ഥാനാർത്ഥി സഹജൻ പണിക്കറാണ് എന്നോടൊപ്പം ചേരുന്നത്. സഹജേട്ടാ, എന്താ ഈ ചെണ്ടയൊക്കെ ആയിട്ട്? ചിഹ്നം ചെണ്ടയാണല്ലേ? സഹജേട്ടൻ മത്സരിക്കുന്നത് ചെണ്ട ചിഹ്നത്തിലാണ്. അതുപോലെ തന്നെ സഹജേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു അറിയപ്പെടുന്ന ഒരു തെയ്യം കലാകാരനാണ്. സഹജേട്ടൻ നമസ്കാരം ഉണ്ട് അല്ലേ? എന്തായി നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക്? ആദ്യമായിട്ടാണോ ഈ മത്സരരംഗത്ത്? ആദ്യമായിട്ടാണ് അല്ലേ? ഈ ചെണ്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ എത്ര കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി? 45 വർഷമായിട്ട് ഈ രംഗത്ത്, തെയ്യം കലാരംഗത്തും അതുപോലെ തന്നെ ചെണ്ട വാദ്യോപകരണമായ ചണ്ടി ഒരുപാട് തറവാട് ക്ഷേത്രം. അതുപോലെ തന്നെ സഹജേട്ടൻ തെയ്യം കെട്ടാറുണ്ടല്ലേ? ഏതൊക്കെ തെയ്യങ്ങളാണ് പ്രധാനമായിട്ട് കെട്ടുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ കെട്ടത് തീച്ചാമണ്ടിയാണ്. 13 വർഷം. അത് ഒരു ക്ഷേത്രത്തിലാണോ? ചെങ്ങൽ കുണ്ടത്തങ്കാവില് 13 വർഷം തീച്ചാമുണ്ടിയുടെ തെയ്യക്കോലം കെട്ടി, തുടർച്ചയായി തെയ്യങ്ങളും കെട്ടി. ആദ്യമായിട്ടാണോ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്? അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, സഹജൻ പണിക്കർ എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ പക്കമേള രംഗത്തല്ലേ, കലോത്സവ വേദികളിൽ ഒരു കാലഘട്ടത്തിൽ കലോത്സവ വേദികൾ, അതായത് ഉന്നതന്മാരായ നടിക്ക് വരെ ഞാൻ ഡ്രംസ് വെച്ചിട്ടുണ്ട്. ആർക്കാണ്? കാവ്യമാധവൻ, പിന്നെ അനുശ്രീ, പിന്നെ അങ്ങനെ ഒട്ടേറെ സിനിമക്കാർക്കും നടന്മാർക്കും ഞാൻ ഈ പശ്ചാത്തലം ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രം വായിച്ചിട്ടുണ്ട്. ജയിച്ചു വന്നാൽ കലാരംഗത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടപ്പാക്കും? കലാരംഗത്ത് എന്തായാലും അത് തീർച്ചയായിട്ടും ജയിച്ചു വന്നാൽ നമ്മളെ ഈ വികസനം, നമ്മളെ LDFന്റെ വികസനം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ രംഗത്ത് നല്ല നല്ല, പ്രത്യേകിച്ച് ഒരുപാട് കലാകാരന്മാരുള്ളൊരു പഞ്ചായത്താണല്ലേ മാടായി. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വികസനം മാടായി പഞ്ചായത്തിൽ ഉണ്ടാവുന്നുണ്ടോ? എന്താണ് പറയാനുള്ളത്? ഇപ്പം ശരിക്കും മാടായി പഞ്ചായത്ത് മുരടിച്ചിട്ടുള്ള സംവിധാനമാണ് ഉള്ളത്. അപ്പൊ ആ മുരടിപ്പ് ജനങ്ങളുടെ ഇടയിൽ വളരെയധികം ഒരു തീവ്രമായിട്ടുണ്ട്. മുരടിപ്പ് തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ വികസനം പറഞ്ഞുകൊണ്ട് അത് വോട്ടിൽ പോകുന്നത്. പക്ഷെ ആ പഞ്ചായത്തിന്റെ മുരടിപ്പ് ഇപ്പോ നമ്മുടെ സഹപ്രവർത്തകനായ MK ശിവപ്രസാദിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതുകൊണ്ട് അതൊരു വോട്ടായി മാറാൻ സാധ്യത. അതായത് ചെണ്ട കൊട്ടി മാടായി പഞ്ചായത്തിൽ എത്തുന്നതാണ് അല്ലേ? ഒന്ന് ഉഷാറായിട്ടൊന്ന് കൊട്ടിയേ. ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. മാത്തിൽ ജൈവ കർഷക കൂട്ടായ്മയുടെ ജൈവചന്ത ജനശ്രദ്ധയെ ആകർഷിച്ച് വലിയ വിജയമായി കഴിഞ്ഞു. മാത്തിൽ പരിശുദ്ധ ഭവനിൽ ആഴ്ചതോറും നടന്നു വരുന്ന ചന്ത ഒരു കാലഘട്ടത്തിന്റെ വിഷരഹിതമായ ഉൽപ്പന്നങ്ങളുടെ അടയാളം കൂടിയാവുകയാണ്. നാട്ടുനന്മയുടെ പ്രതീകങ്ങളായി പഴയകാലത്ത് ഓരോ കവലകളിലും നാട്ടുചന്തകൾ ഉണ്ടായിരുന്നു. പഴയ ആ കാർഷിക പ്രതാപത്തെ തിരിച്ചു പിടിക്കുകയാണ് മാത്തിൽ ജൈവ കർഷക കൂട്ടായ്മ. കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ ജൈവ കർഷകരെ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കുകയാണ് ഈ കൂട്ടായ്മയും അവരുടെ ചന്തയും. ജൈവ രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുത്ത വിളകളാണ് ചന്തയിൽ വിപണനത്തിനായി എത്തിക്കുന്നത്. ഇത് ഉറപ്പുവരുത്താനായി കൃത്യമായ മേൽനോട്ടവുമുണ്ട്. ചീര, വെണ്ട, കൂർക്ക, മധുരക്കിഴങ്ങ്, കൂമ്പ്, മത്തനിര, നേന്ത്രപ്പഴം, കായ ചിപ്സ്, പച്ചക്കപ്പ, കയ്പ, ഇഞ്ചി എന്നിങ്ങനെ പോകുന്നു ഇവിടെ എത്തുന്ന ഉൽപ്പന്നങ്ങളുടെ നീണ്ട നിര. മാത്തിൽ ജൈവ കർഷക കൂട്ടായ്മ മാത്തിലും ഈ പ്രദേശത്തുള്ള ജൈവ കർഷകരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 2 മണിക്ക് ഇവിടെ മാത്തിൽ പരിഷത്ത് ഭവൻ്റെ ഓഫീസിന് മുമ്പിലായിട്ടാണ് ജൈവചന്ത നടത്താറുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കർഷകർ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതിൻ്റെ അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്നിവയോട് എത്തിക്കുകയും അവരവർ തന്നെ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതുപയോഗിച്ച് നിർമ്മിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമുണ്ട്. വിഷരഹിത ഭക്ഷണം പ്രിയപ്പെട്ടവർക്ക് എന്നതാണ് കൂട്ടായ്മയുടെ മുദ്രാവാക്യം തന്നെ. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവോൽപ്പന്നങ്ങൾ, അതാണ് അടിവരയിട്ട് പറയുന്നത്. ജൈവോൽപ്പന്നങ്ങൾ ഇവിടെ എത്തിക്കുകയും
അത് കർഷകർ തന്നെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇടനിലക്കാരില്ല. എത്രയാണോ വില നിശ്ചയിക്കുന്നത് അത് കർഷകരാണ് നിശ്ചയിക്കുന്നത്. ഇതിൽ ആരും മീഡിയേറ്ററായിട്ട് ഇതിൻ്റെ ഇടയിൽ ആരുമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഭിന്നശേഷിക്കാർക്കുള്ള ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി പരിശീലനത്തിന് പിലിക്കോട് ഉത്തരമേഖല പ്രാദേശിക കാർഷിക കേന്ദ്രത്തിൽ തുടക്കമായി. കൃഷിയിലും പൂന്തോട്ട പരിപാലനത്തിലും പരിശീലനം നൽകുന്നതിനോടൊപ്പം ശാരീരിക, മാനസിക, ആത്മീയ ഉന്നമനത്തിനായി ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പിയിലൂടെ കഴിയുന്ന തരത്തിലാണ് 3 മാസം നീളുന്ന പദ്ധതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിൽ പരിശീലിപ്പിച്ചെടുക്കുക എന്നതാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിന്റെയും കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെയും നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനത്തിൽ അവർക്കുള്ള പരിശീലനത്തിനാണ് തുടക്കമിട്ടത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ 18നും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള തെരഞ്ഞെടുത്തവരാണ് പങ്കെടുക്കുന്നത്. സൗജന്യ പരിശീലനത്തോടൊപ്പം സ്റ്റൈപ്പൻഡ് നൽകുകയും ചെയ്യുന്നുണ്ട്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ചമയം ഓഡിറ്റോറിയത്തിൽ കേന്ദ്ര മേധാവി ഡോക്ടർ ടി വനജ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഉദ്ഘാടനം ചെയ്തു. വെള്ളായണി കാർഷിക കോളേജ് കമ്മ്യൂണിറ്റി സയൻസ് വകുപ്പ് മേധാവി ഡോക്ടർ ജി.കെ. ബേല അധ്യക്ഷത വഹിച്ചു. അസോസിയേറ്റ് പ്രൊഫസർ പി.കെ. രതീഷ്, ഡോക്ടർ കെ.വി. സുമേഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ്, ഫാം സൂപ്രണ്ട് എം. ഗീത, ഹോർട്ടിക്കൾച്ചർ തെറാപ്പിസ്റ്റുകളായ അഞ്ജന വർഗീസ്, എം.എസ്. ആൻതെരേസ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പെരളം AUP സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി സുചിത്ര ഉദ്ഘാടനം ചെയ്തു. പെരളം AUP സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഉപജില്ലാ കലോത്സവം, സംസ്കൃതോത്സവം, കായികമേള, ശാസ്ത്രോത്സവം, സർഗോത്സവം, പ്രവൃത്തി പരിചയമേള തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവർക്കുള്ള അനുമോദനവും സ്കൂൾ കായിക പരിശീലകൻ കരുണാകരൻ മാസ്റ്റർക്കും അവനീന്ദ്രനാഥ് സംസ്ഥാന അധ്യാപക പുരസ്കാരം നേടിയ അപ്യാൽ രാജൻ മാസ്റ്റർക്കുമുള്ള ആദരമാണ് സംഘടിപ്പിച്ചത്. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വി സുചിത്ര ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. അപ്പോൾ വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലത്തേക്ക് വന്നെത്തിയതിന്റെ സന്തോഷമാണ് എൻ്റെ മുഖത്തിപ്പോൾ കാണുന്നത്. പിന്നെ എനിക്ക് വളരെ സന്തോഷമാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാ മക്കളും ഇത്രയധികം സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും നിങ്ങളുടെ വിജയങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന് ഏറ്റവും ആദ്യം ആശംസിക്കുന്നു. എല്ലാ മക്കൾക്കും പാഠ്യരംഗത്തായാലും പാഠ്യേതര രംഗത്തായാലും എല്ലാ മികവുകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ചടങ്ങിൽ PTA പ്രസിഡന്റ് P. വിജയൻ അധ്യക്ഷനായി. പയ്യന്നൂർ BPC വിനോദ് കുമാർ MV, മാനേജർ K. പവിത്രൻ മാസ്റ്റർ, പ്രഥമാധ്യാപിക P. ലീന ടീച്ചർ, CM പ്രമോദ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രഥമ പ്രൊഫസർ MR ചന്ദ്രശേഖരൻ സ്മാരക നിരൂപക പുരസ്കാരം ഡോക്ടർ EV രാമകൃഷ്ണന്. പുരസ്കാര സമർപ്പണം 2026 ജനുവരി 2ാം വാരത്തിൽ പയ്യന്നൂർ കോളേജിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രൊഫസർ MRCയുടെ പേരിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച സാഹിത്യ നിരൂപണത്തിന് ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയ പുരസ്കാരം ഡോക്ടർ EV രാമകൃഷ്ണന്. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡോക്ടർ KM അനിൽ, ഡോക്ടർ R. രാജശ്രീ, PK സുരേഷ് കുമാർ എന്നിവരടങ്ങിയ വിധി നിർണയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. പുരസ്കാര സമർപ്പണം പയ്യന്നൂർ കോളേജിൽ വെച്ച് 2026 ജനുവരി 2ാം വാരത്തിൽ കേരളത്തിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരെയും പ്രഭാഷകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തും. പ്രൊഫസർ MRC അനുസ്മരണ സമ്മേളനം ഡിസംബർ 4 വ്യാഴാഴ്ച വൈകുന്നേരം 4:30 പയ്യന്നൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ച് നടക്കും. ഡോക്ടർ T. പവിത്രൻ MRC അനുസ്മരണ പ്രഭാഷണം നടത്തും. നിരൂപകനും എതിർദിശ പത്രാധിപരുമായ PK സുരേഷ് കുമാർ മലയാള നിരൂപണവും MR ചന്ദ്രശേഖരനും എന്ന വിഷയത്തിൽ സംസാരിക്കും. പത്രാധിപരും സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനുമായ VK രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. VK രവീന്ദ്രൻ, P. പ്രേമചന്ദ്രൻ, സുരേഷ് എതിർദിശ, ഡോക്ടർ അനിലാവോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുനിസിപ്പൽ ബ്ലോക്ക് വനിതാവേദി വനിതാ കൺവെൻഷൻ പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. ICDS പ്രോഗ്രാം ഓഫീസർ CA ബിന്ദു ഉദ്ഘാടനവും പ്രഭാഷണവും നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുനിസിപ്പൽ ബ്ലോക്ക് വനിതാവേദി വനിതാ കൺവെൻഷൻ പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ ICDS പ്രോഗ്രാം ഓഫീസർ CA ബിന്ദു ഉദ്ഘാടനം ചെയ്ത് പ്രഭാഷണം നടത്തി. നമ്മുടെ സമൂഹത്തിനൊരു മെസ്സേജ് നമ്മൾ തീർച്ചയായിട്ടും നൽകേണ്ടതുണ്ട്. പവറും പ്രിവിലേജും നമ്മൾ ഭാവിയുടെ വാഗ്ദാനം എന്നൊക്കെ വിചാരിച്ച ഒരു പ്രശസ്ത വ്യക്തിയിൽ നിന്നാണ് ഇത്തരം നികൃഷ്ടമായ രീതിയിലുള്ള കമന്റും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഡിജിറ്റൽ ആൾക്കൂട്ടങ്ങൾ അല്ലെ. ആ പെൺകുട്ടിയുടെ ചാരിത്രത്തിനെ കുറിച്ചും ആ പെൺകുട്ടിയെ പോലീസിങ് ചെയ്യേണ്ടതിനെ കുറിച്ചും ഇങ്ങനെ വലിയ പോസ്റ്റുകളാണ് കൂട്ടമായിട്ട് സൈബർ വെട്ടുകളികൾ ആക്രമിക്കുകയും ആക്രമിച്ച് സൈബർ കൊല ചെയ്യുകയാണ് ചെയ്യുന്നത്.
വനിതാവേദി വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. എ രാമചന്ദ്രൻ, കെ എം സുലോചന ടീച്ചർ, സി സരോജിനി ടീച്ചർ, കെ വി കുഞ്ഞാതി, കെ വി സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വനിതകളുടെ കലാവിരുന്ന് അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എയ്ഡ്സ് ദിന സന്ദേശം നൽകി. കുടുംബാരോഗ്യ കേന്ദ്ര പ്രവർത്തകർ പങ്കെടുത്തു. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് കാങ്കോലാലപ്പടമ്പ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ എയ്ഡ്സ് ദിന സന്ദേശം നൽകി പ്രതിജ്ഞയും ചൊല്ലി. ഭരണ, വർഗ, ലിംഗസമത്വങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും നിയമപരവുമായ സമത്വം ഉറപ്പാക്കിക്കൊണ്ടും മാത്രമേ എയ്ഡ്സ് എന്ന പൊതുജനാരോഗ്യ പ്രശ്നത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സന്ദേശവും 2030 HIV അണുബാധ ഇല്ലാതാക്കുക എന്ന ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യത്തിന് ഒപ്പം നിൽക്കുക എന്ന സന്ദേശവും പൊതുസമൂഹത്തിൽ നൽകിക്കൊണ്ട് ജീവനക്കാരും ഒപിയിലെത്തിയ ജനങ്ങളും എയ്ഡ്സ് ദിന പ്രതിജ്ഞ ചൊല്ലുകയും റെഡ് റിബൺ ധരിക്കുകയും ചെയ്തു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയപ്രകാശ് KT എയ്ഡ്സ് ദിന സന്ദേശവും JHI ഗീത VP പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. MLSPമാരായ ഷിജിന TP, സോഫി CH, രശ്മി P എന്നിവർ രംഗോലി അവതരിപ്പിച്ചു. നഴ്സിംഗ് ഓഫീസർ ശ്യാംലിൻ ഷെല്ലി, ലാബ് ടെക്നീഷ്യൻ ഹരിഗോവിന്ദ് TL എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ സ്ഥാപനങ്ങളിൽ റെഡ് റിബൺ ധാരണവും പ്രതിജ്ഞ ചൊല്ലലും നടത്തി. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി DL പ്രമോദ് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 17ാം വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി VKP മുഹമ്മദ് ഇസ്മായിലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുടുംബയോഗം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി ചെയർമാൻ T കണ്ണൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ വനിതാ ലീഗ് സെക്രട്ടറി ഷബീദ ടീച്ചർ മുഖ്യാതിഥിയായി. മുനിസിപ്പൽ UDF ചെയർമാൻ A രൂപേഷ്, മുൻ കൗൺസിലർ SK മുഹമ്മദ്, വനിതാ ലീഗ് ജനറൽ സെക്രട്ടറി ഷമീമ ജമാൽ, ലഘു തായത്ത് വയൽ, VKP ഇസ്മായിൽ, K ഖലീൽ, കാട്ടൂർ ഹംസ, SC അഷ്റഫ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി പ്രിയദർശിനി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലിയും ക്ലാസും സംഘടിപ്പിച്ചു. ആശുപത്രി വൈസ് ചെയർമാൻ P ഗോപാലൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലിയും ക്ലാസും നടന്നു. ആശുപത്രി വൈസ് ചെയർമാൻ P ഗോപാലൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ചെയർമാൻ KV മോഹനൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ VM മാധവൻ, അബ്ദുൽ ഖാദർ, CV രാജഗോപാലൻ, ഡോക്ടർ പ്രസിൻ പ്രദീപ്, കാവ്യ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പോസ്റ്റർ മേക്കിംഗ്, ക്വിസ് മത്സരം എന്നിവയ്ക്ക് ജയ തോമസും കരുണാകരനും നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.